നമ്മുടെ തലയെഴുത്തന്നെ വളരെ മോശമാണല്ലോ. അവള് കാരണം നമ്മുടെ മോന്റെ ജീവിതം ഉറപ്പായിട്ടും രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ ഇനി അവള് സമ്മതിക്കുകയില്ലോ എന്നാണ്. അതെങ്ങനെ അവളെ ഹെൽപ്പ് ചെയ്യാതിരിക്കും? നമ്മളല്ലേ അവളുടെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിരിക്കുന്നേ. അവള് നമുക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യണ്ടേ? പിന്നെ ഓരോ കാര്യം നമ്മൾ അവളെ പറഞ്ഞു മനസ്സിലാക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇപ്പൊ അവളുടെ ജീവനേക്കാൾ കൂടുതൽ പ്രധാനം നമുക്ക് നമ്മുടെ ആദിമോന്റെ ജീവനാ. അനിക, നീ എന്താ ഞാൻ പറയുന്നത് കേൾക്കാത്തത്? ആദിയുടെ ശബ്ദമല്ല, എന്ത് പറ്റിയവന്? ആദി, ആദി, അനിക, അനിക, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നീ ഇതെന്താ ചെയ്യുന്നേ? ആദി, നീ ഇപ്പൊ ആദ്യം എന്താണ് ചെയ്തത്? എന്താ ചെയ്തേന്ന്? ഡാഡ്, അവൾ എന്നെ അതിനൊന്നും ചെയ്തില്ല. അവൾ എന്നെ നന്നായി നോക്കുന്നുണ്ട്. നല്ല ടേസ്റ്റുള്ള ഫുഡൊക്കെ തന്നു. നിങ്ങളും കൂടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഞാനിന്ന് 2 ഡിഷാ കഴിച്ചത്. നീ എത്ര നന്നായിട്ട് ആഹാരം ഉണ്ടാക്കിയാലും ശരി, പക്ഷേ ഇന്നു മുതൽ നിന്റെ ഈ വൃത്തികെട്ട കൈ കൊണ്ട് അടുക്കളയിൽ കയറിയേക്കരുത്. മനസ്സിലായോ നിനക്ക്? കാരണം എന്റെ മോന് നിന്റെ ചപ്പും ചവറും ഒന്നും ആവശ്യമില്ല. മനസ്സിലായോ? വേണ്ട, പ്ലീസ് അത് വലിച്ചെറിഞ്ഞ് പൊട്ടിക്കരുത്. അവരല്ലാതെ വേറെ ആരും എനിക്കില്ല. പ്ലീസ് അത് പൊട്ടിക്കരുത്. ആദ്യം എന്റെ ദേഹത്തുനിന്ന് ആ അഴുക്ക് കൈയെടുത്ത് മാറ്റി. അവരൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ ഇതുവരെ എന്റെ അച്ഛനെയും അമ്മയും കണ്ടിട്ടില്ല. എന്നെ നോക്കിയതൊക്കെ മുത്തശ്ശിയാ. പ്ലീസ് അത് വലിച്ചെറിയരുത്. ശരി, ഞാനിത് അറിയുന്നില്ല.